നമസ്കാരം. കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. ഗുജറാത്തിൽ നിന്ന് ഗോവയിലെ പനജി വഴി ഡൽഹി എന്ന ദേശീയ രാഷ്ട്രീയ വേദിയിലേക്ക് നരേന്ദ്ര ദാമോദർദാസ് മോഡി. ബിജെപി നേതൃനിരയിലെ തുല്യരിൽ ഒരാൾ എന്നതിൽ നിന്ന് തുല്യരിലെ ഒന്നാമൻ എന്ന പദവിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് മോഡിയെ അവരോധിച്ചുള്ള തീരുമാനമാണ് പനജിയിലെ ദേശീയ നിർവാഹക സമിതിയിലുണ്ടായത്. LK അഡ്വാനി ഉൾപ്പെടെയുള്ള പല പ്രമുഖരുടെയും എതിർപ്പ് മറികടന്നുള്ള തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെല്ലുവിളിയാണെന്ന് തുറന്നു പറഞ്ഞു നരേന്ദ്രമോദി. കൗണ്ടർ പോയിന്റ് പരിശോധിക്കുന്നു. ഏതാണ് യഥാർത്ഥ വെല്ലുവിളി? അതിജീവിക്കുമോ മോഡി? കോൺഗ്രസ് നേതാവ് ശ്രീ MI ഷാനവാസ് MP, BJP നേതാവ് ശ്രീ K സുരേന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ KG സുരേഷ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ K സുരേന്ദ്രൻ. ഇതൊരു വഴിത്തിരിവാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്താണ് തന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട്. അത് കോൺഗ്രസ് മുക്ത ഭാരത നിർമ്മാണമാണ്. അതൊരു വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നും നരേന്ദ്രമോദി ഇന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുന്നത് നമ്മൾ കേട്ടതുമാണ്. ആ വെല്ലുവിളി എന്ന ഘടകമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ട് തരത്തിൽ, ഒന്ന് പാർട്ടിക്കകത്ത്, ഒന്ന് പാർട്ടിക്ക് പുറത്ത് പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്ന പാർട്ടിയെ ഏത് തരത്തിലെന്ന വെല്ലുവിളി. ആദ്യത്തെ വെല്ലുവിളിയിലേക്ക് വന്നാൽ എത്ര ശതമാനത്തിന്റെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി ഈ പ്രധാനപ്പെട്ട തുല്യരിൽ ഒരാൾ എന്നതിൽ നിന്ന് തുല്യരിൽ ഒന്നാമനാകുന്നത്? അല്ല അയ്യപ്പദാസ്, ഇത് നരേന്ദ്രമോദി വളരെ യാഥാർത്ഥ്യബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യയിൽ അപൂർവം അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെ ഉള്ളൂ. അതായത് അദ്ദേഹം ഇതൊന്നൊരു വെല്ലുവിളിയാണെന്ന് പറഞ്ഞത് BJPക്കകത്തെ വെല്ലുവിളിയല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വെല്ലുവിളിയല്ല, രാജ്യത്തിന് മുമ്പിലുള്ള വെല്ലുവിളിയാണ്. കാരണം 100-130 വയസ്സ് പ്രായമുള്ള കോൺഗ്രസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്, അതേസമയം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജനപിന്തുണയുള്ള കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ ഏകാധിപത്യ അഴിമതി ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെക്കുറിച്ചാണ് വളരെ വിനീതനായിട്ട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളെല്ലാം എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ നടത്തി. ഇതാ അദ്വാനി നരേന്ദ്രമോദിയെ ഒഴിവാക്കുന്നു, കൺവീനർ ആണെങ്കിൽ ഏറ്റെടുക്കുള്ളൂ, ചെയർമാൻ ആണെങ്കിൽ സമ്മതിക്കില്ല, എല്ലാം പച്ചക്കള്ളമായിരുന്നു. നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെയായി ഇന്ന് ഐക്യകണ്ഠേനയാണ് BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ഒരു എതിർ ശബ്ദം പോലും. ഇന്നലെ ഒരു അല്പം എതിർപ്പ് പറഞ്ഞ യശ്വന്ത് സിൻഹ പോലും ഇന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ നരേന്ദ്രമോദിക്കുള്ള സ്ഥാനം ഐക്യകണ്ഠേന നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണ്. യശ്വന്ത് സിൻഹ പോലും അത് അംഗീകരിക്കുന്നു. പക്ഷേ ആ പോലും എന്ന് പറഞ്ഞതിൽ എന്തുകൊണ്ടാണ് LK അഡ്വാനി എന്ന പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ഇല്ലാതെ പോയത്? ഇത് വാജ്പേയി പ്രധാനമന്ത്രിയായ കാലത്തും നിങ്ങൾ എല്ലാവരും പറഞ്ഞതാണ്. കാരണം വാജ്പേയിയും അദ്വാനിയും തമ്മിൽ കടുത്ത ഭിന്നതയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ രാമലക്ഷ്മണന്മാരെ പോലെയാണ് വാജ്പേയിയും അദ്വാനിയും അന്ന് പ്രവർത്തിച്ചത്. ഇവിടെ നരേന്ദ്രമോദിയും അദ്വാനിയും തമ്മിൽ യാതൊരു ഭിന്നതയുമില്ല. പാർട്ടി ഒരാളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ എല്ലാവരും അത് അംഗീകരിക്കും. ഇത് BJP ഒരു ജനാധിപത്യ പാർട്ടിയാണ്. നിശ്ചയിക്കുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കും. കോൺഗ്രസിനെ പോലെ ഒരാൾ പ്രഖ്യാപിക്കുന്നതല്ല. ഞങ്ങളുടെ ദേശീയ നിർവാഹക സമിതി യോഗം കൂലങ്കഷമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷമാണ് തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. കോൺഗ്രസിൽ ഒരാൾ തീരുമാനിക്കുന്നതാണ്, BJPയിൽ ഒരാൾ തീരുമാനിക്കുന്നതല്ല. അതാണ് വ്യത്യാസം. ഇപ്പൊ നരേന്ദ്രമോദിയെ പ്രചാരണ കമ്മിറ്റിയുടെ തലവനായി നിശ്ചയിച്ചിരിക്കുന്നു. അദ്ദേഹം 100% പിന്തുണയോടെയാണ് നരേന്ദ്രമോദി പരമോന്നതമായ പദവിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ LK അഡ്വാനിയുടെ ഒരു അഭിപ്രായം പോലും കേൾക്കാതെ പോയത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങി അദ്ദേഹം അനുഗ്രഹിച്ചു എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട്. ആ ഒരൊറ്റ വാക്ക്, ഞാൻ അനുഗ്രഹിക്കുന്നു, എന്റെ അംഗീകാരമുണ്ട് എന്ന ഒരൊറ്റ വാക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ വന്ന പ്രഖ്യാപനമാണ്, 7 മണിക്കൂർ പിന്നിടുന്നു, എന്തുകൊണ്ടാണ് ഒരൊറ്റ വാക്ക് അഡ്വാനിയിൽ നിന്ന് ഇല്ലാതെ പോകുന്നത്? അദ്വാനിക്ക് ഭിന്നമായിട്ട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. BJPയിൽ ഒരു കാര്യം യുനാനിമസ് ആയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ നേതാക്കളും അത് അംഗീകരിക്കണം. അതാണ് പാർട്ടിയുടെ കീഴടക്കം. അദ്വാനി ഇന്ത്യയിൽ ഏറ്റവും അച്ചടക്കമുള്ള BJPയുടെ ഒരു മുതിർന്ന നേതാവാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദിയാണ് വരുന്നതെങ്കിൽ അത് ആദ്യം അദ്ദേഹത്തിന് നാവുകൊണ്ടായിരിക്കും. അംഗീകരിക്കാം ശ്രീ സുരേന്ദ്രൻ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ LK അഡ്വാനി ഇന്ന് നരേന്ദ്രമോദിക്ക് പാർട്ടി കൽപ്പിച്ചു നൽകുന്ന ആ പ്രധാനപ്പെട്ട സ്ഥാനം എന്തുകൊണ്ടാണ് LK അഡ്വാനിക്ക് നൽകാതെ പോകുന്നത്? നമുക്കറിയാം, താങ്കൾ വളരെ വ്യക്തമായി അറിയുന്ന പോലെ ഏറ്റവും ഒന്നാമനെന്നോ അല്ലെങ്കിൽ ഏറ്റവും അർഹിക്കുന്നവർ തുല്യരിൽ ഒരാൾ എന്നതിനപ്പുറത്ത് തുല്യരിൽ ഒന്നാമൻ എന്ന പദവി നരേന്ദ്രമോദിയെ പോലെ തന്നെ അർഹിക്കുന്ന വ്യക്തിയാണ് LK അഡ്വാനി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. എന്തുകൊണ്ടാണ് LK അഡ്വാനി ആ സ്ഥാനത്ത് വരാത്തത്?
അയ്യപ്പദാസ്, ഇതൊരു പാർട്ടിക്കാരനല്ല, ഇതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആർക്കാണ് ഇന്ത്യയെ ഇന്നത്തെ സാഹചര്യത്തിൽ നയിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രശ്നം. നരേന്ദ്രമോദിയെ പോലെ കരുത്തനായ ഒരു നേതാവിന്റെ ആവശ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ ആവശ്യം, വികാരം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ. അതായത് ഈ കാലഘട്ടത്തിന് എനിക്ക് അദ്വാനി പോരാ, അതാണ് അർത്ഥം. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, 25 കൊല്ലം മുമ്പ് ലാൽകൃഷ്ണ അദ്വാനി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളും കോൺഗ്രസും ഇതേ ആരോപണങ്ങൾ എല്ലാം അദ്വാനിക്കെതിരെ ഉന്നയിച്ചിരുന്നു. അദ്വാനി വർഗീയവാദിയാണ്, കലാപം ഉണ്ടാക്കുന്ന ആളാണ്, പള്ളി പൊളിച്ച ആളാണ്, പിന്നെ എന്താ രഥയാത്ര നടത്തിയ ആളാണ്, ഒരുപാട് ആരോപണങ്ങൾ. ആ ആരോപണങ്ങളൊക്കെ ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ പറയുന്നത് നരേന്ദ്രമോദിയാണ് ജനങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഒരു സൽഭരണം. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം പുറത്ത് ഉള്ളതാണ്, ഒരുപക്ഷെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, എതിരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നതാണ്. പക്ഷേ ബി.ജെ.പിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൽ കെ അദ്വാനി അദ്ദേഹത്തിന്റെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഈ പാർട്ടിയെ ഈ തലത്തിലേക്ക് എത്തിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട റോളുള്ള ഒരു വ്യക്തിയാണ്. ഇത് ബി.ജെ.പിയും വിശ്വസിക്കുന്ന നിർണായകമായ ഒരു ഘട്ടമാണ്. യു.പി.എയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ഏറ്റവും ഒന്നാമനായ നേതാവിനെ ആ അർഹിക്കുന്ന പരിഗണനയോടെ വെക്കേണ്ട സ്ഥലം ഇതല്ലേ, സമയം ഇതല്ലേ? അല്ല, ഇതിപ്പോ കോൺഗ്രസിന്റെയും മാധ്യമങ്ങളുടെയും ആഗ്രഹമാണ്. ഞങ്ങൾ ആ ആഗ്രഹത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നരേന്ദ്രമോദി വരാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ആഗ്രഹമാണ്. അത് അവർ അനുകൂലിക്കുന്ന മാധ്യമങ്ങളുടെ ആവശ്യമാണ്. അത് നോക്കിയിട്ടല്ലല്ലോ ഞങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരത്തിന്റെ, അവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വികാരം പ്രതിഫലിപ്പിക്കുന്നതിൽ ഇന്ന് നരേന്ദ്രമോദിയാണ് ഏറ്റവും മുമ്പിൽ. ഇത് ആർക്കറിയാം? താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം.എ. ഷാനവാസ്, ബി.ജെ.പി പാളയം റെഡിയാണ്, അവരുടെ നായകനും റെഡിയാണ്, പ്രഖ്യാപനവും ഏറെക്കുറെ നടന്നു കഴിഞ്ഞു. അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ അവർ തന്നെ തീർക്കുമെന്ന് വിചാരിച്ചാൽ കോൺഗ്രസിന് മറുപടി പറയാൻ എന്താണുള്ളത്? ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്? ഒരുപക്ഷെ ഒരു നായകനെ കൃത്യമായി പറയാവുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടോ? ലക്ഷ്യം എന്താണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞു. അത് കോൺഗ്രസ് മുക്ത ഭാരത നിർമ്മാണമാണ്. ഭാരത നിർമ്മാണമാണ് രണ്ടാമതൊരു യു.പി.എക്ക് ഇന്നിംഗ്സ് കൊടുത്തത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ ഭാരത നിർമ്മാണത്തിൽ കോൺഗ്രസ് ഇല്ലാത്തൊരു സ്പേസിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ ലക്ഷ്യങ്ങളൊക്കെ പാളുന്നത് നമ്മൾ മാസങ്ങൾക്കാൻ കാണാൻ പോകുന്നു. എനിക്കിവിടെ ആദ്യമായിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ പാർട്ടി വലിയ ജനാധിപത്യ പാർട്ടി, യുനാനിമസ് തീരുമാനം. എന്ത് യുനാനിമസ് തീരുമാനം? പനാജിയിൽ ഇന്ന് കൂടിയിരിക്കുന്ന ഒരാൾക്ക് പോലും ഈ തീരുമാനത്തിൽ യാതൊരു പങ്കുമില്ല. നാഗ്പൂരിൽ നിന്ന് വന്ന തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമാണ് ഇന്ന് ബി.ജെ.പി കൈക്കൊണ്ട് നരേന്ദ്രമോദിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം. നാഗ്പൂരിലെടുത്ത തീരുമാനമാണ്. അതല്ലാതെ എൽ കെ അദ്വാനിയുടെ അഭിപ്രായം നോക്കിയോ, സുഷമാ സ്വരാജിന്റെ അഭിപ്രായം നോക്കിയോ, ജെയ്റ്റ്ലിയുടെ അഭിപ്രായം നോക്കിയോ, യശ്വന്ത് സിംഗിന്റെ അഭിപ്രായം നോക്കിയോ അല്ല. അവർക്കാർക്കും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് തീരുമാനമെടുക്കുന്ന വേറെ ശക്തികളാണ്. നമ്പർ 1. നമ്പർ 2, ഇത് കോൺഗ്രസിന് എന്തിനാ ഭയക്കുന്ന നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ ഒരു സ്പേസ് ഉണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്പേസ് ഇല്ല എന്ന് കർണാടകത്തിൽ ഇപ്പൊ തെളിയിച്ചു. സെലക്ട് ചെയ്ത സ്ഥലത്ത് അദ്ദേഹം പോയത്, അവിടെയൊക്കെ അദ്ദേഹം തോറ്റു. ഹിമാചൽ പ്രദേശ് അദ്ദേഹം പോയി, അവിടെ തോറ്റു. ഞങ്ങൾ 14 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗോവയടക്കം 3-4 സംസ്ഥാനങ്ങളാണ് ബി.ജെ.പി ഭരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയുള്ള മത്സരം വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കും. അപ്പുറത്ത് നരേന്ദ്രമോദിയുമായി കൂട്ടുചേരാൻ സാധിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ എണ്ണം വളരെ വിരളമായി മാറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കോൺസെൻട്രേഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ റീ അലൈൻമെന്റ് ഫോഴ്സസ് നരേന്ദ്രമോദി വരുന്നതോടുകൂടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിനാണ് ഇത്ര തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദി അങ്ങനെ അവരോധിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ കർണാടക ഒരു ഉദാഹരണമായി എടുക്കുന്നത്? കർണാടകയിൽ നരേന്ദ്രമോദി വലിയ സമയമൊന്നും ചെലവഴിച്ചിട്ടില്ലെന്ന് താങ്കൾക്ക് വളരെ വ്യക്തമായി അറിയാം. അദ്ദേഹം ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരുപാട് പോകാതിരുന്നത് പോലും എന്തായാലും ഒരുപക്ഷെ മോശമാണ് ഫലമെങ്കിൽ അതിൽ എന്റെ പേര് കൂടി വരണ്ട എന്ന് വിചാരിച്ചാണ്. എന്തിനാണ് അത്തരം ഒരു ആശങ്ക? കർണാടകയിലെ ഫലം തന്നെ നോക്കൂ എന്നൊക്കെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയേണ്ട സാഹചര്യം എന്താണ്? വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം തന്നെ വരാനിരിക്കുന്നുണ്ട്. അതിലൊക്കെ നരേന്ദ്രമോദി തെളിയിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സ്ഥിതി ഒരുപാടത്ര ഭദ്രമാണെന്ന് താങ്കളും വിശ്വസിക്കുന്നുണ്ടോ? ഒരു സംശയം വേണ്ട, കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ഭദ്രമാണ്. അതാണ് കർണാടകയെ കണ്ടത്. ആന്ധ്രയിലെ ഇനി വരാൻ പോകുന്ന ഒരു അലൈൻമെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ഇനി ഇലക്ഷനോടനുബന്ധിച്ച് മാത്രമേ ആന്ധ്രയിൽ വരികയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ആന്ധ്രയിൽ ഞങ്ങൾക്ക് ഒരു 10-15 സീറ്റ് കുറഞ്ഞാൽ തന്നെയും ആ സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടാൻ കർണാടക ഞങ്ങൾക്ക് അതിനുള്ള സംഭാവന ചെയ്യും. ഈ വർഷം നടക്കാനിരിക്കുന്ന 2 റിസൾട്ടുകൾ താങ്കൾക്ക് വ്യക്തമായി അറിയാം. മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെയാണ്. കോൺഗ്രസ് ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ.
ആര് പറഞ്ഞ് പ്രതീക്ഷിക്കുന്നില്ല എന്ന്? രാജസ്ഥാൻ ഞങ്ങൾ ഭരിക്കുകയാണ്, ഞങ്ങൾ അവിടെ മടങ്ങി വരും. മധ്യപ്രദേശിൽ ഞങ്ങൾ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഒരു സംശയം വേണ്ട, ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം വലുതാകുമ്പോൾ നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഐഡിയോളജിക്കൽ ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJP ആർക്ക് പോകാൻ സാധിക്കില്ല. ഒരു കാര്യം പറയട്ടെ, BJPക്ക് ആകെ കഴിഞ്ഞ ദിവസം കിട്ടിയ 20-25% വോട്ടാണ്. ഞങ്ങൾക്ക് 29-30% വോട്ട് കിട്ടി. ഞങ്ങൾ അവർ തമ്മിൽ 9-10% വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നരേന്ദ്രമോദിയെ കൂടെ സ്ഥാനാർത്ഥിയാക്കി അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് അവരോധിച്ചതിന് ശേഷം ഇലക്ഷൻ നടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വോട്ടേഴ്സിൽ നിന്ന് 20% മാറ്റണം. 20% ആ ഭാഗത്തേക്ക് നോക്കത്ത് പോലുമില്ല. അവർ നോക്കാൻ പോകുന്നത് കോൺഗ്രസ് വേഴ്സസ് BJP. അപ്പോൾ എവിടെ വോട്ട് ചെയ്യണം എന്ന കാര്യം നോക്കുമ്പോൾ അവരെ തിരിച്ചു വരാം. ശ്രീ KG സുരേഷിലേക്ക് വരും മുമ്പ് ശ്രീ K. സുരേന്ദ്രൻ ആ വാക്കിന് നരേന്ദ്രമോദി ആണ് എന്നത് തന്നെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. കർണാടകം, ഞാൻ ചോദിച്ചത് ഒരുപക്ഷെ താങ്കളും അനുകൂലിക്കുമായിരിക്കും, പക്ഷെ കർണാടകം പോലും അങ്ങനെ മോഡിക്ക് പ്രത്യേകിച്ചൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. അവർക്ക് ആശങ്കയില്ലെന്നർത്ഥം. അല്ല, കർണാടക തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പരിണാമം വേറെയാണ്. അതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. BJPയുടെ വോട്ട് 4 ഡിവൈഡ് ചെയ്ത് പോയി. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ എല്ലാ പാർട്ടികളും കൂടി വിഭജിച്ചു പോയ എല്ലാ പാർട്ടികളും ചേർന്നാൽ 124 സീറ്റിൽ ഞങ്ങൾ ജയിക്കും. കർണാടക കഴിഞ്ഞിട്ട് വേറെയും 5 സംസ്ഥാനങ്ങളിൽ ബൈ ഇലക്ഷൻ നടന്നല്ലോ. യുപിയിൽ നടന്നു, ബീഹാറിൽ നടന്നു, പിന്നെ പശ്ചിമ ബംഗാളിൽ നടന്നു, ഗുജറാത്തിൽ നടന്നു. എന്ത് പറ്റി ബഹുമാനപ്പെട്ട ഷാനവാസിന്റെ പാർട്ടിക്ക്? കെട്ടിവെച്ച കാശ് കിട്ടിയോ പല സ്ഥലത്തും? അപ്പൊ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് രാജസ്ഥാനിൽ അവർ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? മധ്യപ്രദേശിൽ അവർക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റും പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ഉള്ള ഡൽഹി തന്നെ പോവാം, എല്ലാം പോവും കോൺഗ്രസിന്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഇപ്പൊ നരേന്ദ്രമോദി വന്നാൽ ശ്രീ KG സുരേഷ്, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ നരേന്ദ്രമോദി നേരിടുന്ന വെല്ലുവിളി ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ പാർട്ടിയെ ഒരുമിച്ച് നിർത്തി എല്ലാവരും കൂടെയാണെന്ന് വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകേണ്ടി വരും. അങ്ങനെയാണ് 2014 വലിയൊരു ഭാഗ്യം ആ ക്യാമ്പിലേക്ക് വരുമെന്ന് BJP RSS ഒക്കെ പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം വലിയ വെല്ലുവിളി? ആ വെല്ലുവിളിയിൽ പാർട്ടിക്ക് അകത്ത് നേരിടുന്ന വെല്ലുവിളി എത്ര വലുതായിരിക്കും? എനിക്ക് പാർട്ടിക്ക് ഉള്ളിൽ അത്ര വലിയ വെല്ലുവിളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് വരെ ഉള്ള വെല്ലുവിളി ഉണ്ട്. ഒരു വട്ടം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ ചോദ്യങ്ങളില്ല എന്നാണ് BJPയുടെ നമ്മളൊരു ഹിസ്റ്ററി നോക്കിയാലും അതിനുള്ളിൽ ചില ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഭിന്നതകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഭിന്നതകൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവരും ഫോളോ ചെയ്യും. നമ്മൾ അഡ്വാനിയുടെ പാകിസ്ഥാൻ യാത്ര നമ്മുടെ ഇപ്പം കൂടുതൽ വർഷങ്ങളൊന്നും ഉണ്ടായില്ല, 2005 നടന്നതായിരുന്നു. അതിനുശേഷം KS സുദർശൻ അന്ന് RSSന്റെ സർസംഘചാലക് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു പ്രായം ചെന്ന ആൾക്കാരും ഇവര് ആ പദവിയിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു. ആദ്യം കുറെ അതിന് എതിർപ്പുണ്ടായി, ഭിന്നതകളുണ്ടായി. അത് കഴിഞ്ഞ് അഡ്വാനിയും ആ കാര്യം സമ്മതിച്ചു, പദവിയിൽ നിന്ന് മാറി. അങ്ങനെ പല സംഭവങ്ങളും ആദ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത്, ഇതൊരു സാധാരണ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടല്ല. കഴിഞ്ഞ 2009 ഇലക്ഷനിൽ അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു, 2004 പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇത്രയൊരു മഹത്വം ഈ പദവിക്ക് വേണ്ടി കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാഷ്ട്രീയ പ്രസിഡന്റ് ഭാഷണം കഴിഞ്ഞാണ് നരേന്ദ്രമോദിയുടെ ഭാഷണം. അതിൽ കൂടെ തന്നെ മനസ്സിലാകാം അത് പൂർണ്ണമായിട്ടും എല്ലാവരും കൂടെ ചേർന്ന് അതിന് കാരണമുണ്ട്. അത് വേറെ നാഗപ്പൂരിൽ നിന്ന് ഡിസിഷൻ വന്നോ അല്ലയോ എന്നല്ല. പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ ടീന ഫാക്ടറാണ്. ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ്. മോദി ഇല്ലാതെ വേറെ എന്താണ് അതിനു മുമ്പിൽ വേറൊരു വഴി പാർട്ടിയുടെ മുന്നിൽ? ഇന്ന് മുഴുവൻ ഇന്ത്യയിൽ പാർട്ടി എവിടൊക്കെ ഉണ്ടോ പാർട്ടിയുടെ മെമ്പേഴ്സ് ആയാലും അവരുടെ സിമ്പലൈസേഴ്സ് ആയാലും അവർക്ക് ഒരാളിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം. അവരാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആ മോട്ടിവേഷൻ നരേന്ദ്രമോദിയാണ്. ഇവിടെ ഈ ഡിസ്കഷനിൽ ഒരു പ്രശ്നം വന്നിരുന്നു, അതിലൊരു ചോദ്യം ഉണ്ടായി, എന്തുകൊണ്ട് അദ്വാനിയെ ചെയ്യുന്നില്ല എന്നുള്ളത്. അദ്വാനിയെ ഉപപ്രധാനമന്ത്രിയായിട്ടും വെച്ചിരുന്നു. അതുകൂടാതെ 2009 ഇലക്ഷനിൽ ഈ ലാൽകൃഷ്ണ അദ്വാനിയെ പ്രധാനമന്ത്രിയുടെ കാൻഡിഡേറ്റ് ആയിട്ടും കാണിച്ചിരുന്നു. പക്ഷെ അത് റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ പാർട്ടി ഈ സമയത്ത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഓപ്പോസിഷനും കിട്ടില്ല. കാരണം അത് എത്ര സത്യമുണ്ട് അത് വേറൊരു കാര്യം. പക്ഷെ 4 വശവും എല്ലാ കറപ്ഷന്റെ ചാർജസ് ഉണ്ട്,
വിലക്കയറ്റമുണ്ട്, അങ്ങനെ പല പല ഇഷ്യൂസ് ഉള്ള ഒരു സമയത്ത് ഒരു ഓപ്പോസിഷനിൽ യുണൈറ്റഡ് ആയിട്ടൊരു നേതൃത്വം വേണം. അത് പാർട്ടിയും സംഘവും എല്ലാവരും കൂടെ ചേർന്ന് ഞാൻ താങ്കൾ പറയാം. ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ കെ ജി സുരേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഘട്ടത്തിൽ പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്നു എന്നതിന് കുറച്ചുകൂടെ വലിയ അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ BJP ആണ് അധികാരത്തിലേക്ക് ആ മുന്നണിയെ നയിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ നരേന്ദ്രമോദി തന്നെയാണ് 2014 നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്നതാണ്. ഒരുപക്ഷെ ഇന്ന് ശിരോമണി അകാലിദൾ പോലുള്ള ഘടകകക്ഷികൾ ഒപ്പമുള്ള ശിവസേനയെല്ലാം ഈ പ്രചാരണ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ശിവസേന പ്രധാനമന്ത്രി പദം എന്നതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അല്ലെങ്കിൽ JDU പോലും ഇത് പാർട്ടിയുടെ ഉള്ളിലെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി തലത്തിലേക്ക് വരുമ്പോൾ എന്താകുമെന്ന ആശയക്കുഴപ്പങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ BJP പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കുന്നത് വഴി നയിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി. അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? അല്ല, അക്കാര്യത്തിൽ ആർക്കും വലിയ സംശയം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന ആളുകൾക്കൊക്കെ അക്കാര്യത്തിൽ പിന്നെ യാതൊരു ധാരണ പിശകും ഉണ്ടാകാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരണം എന്ന് തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനെതിരായി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, ഇന്ത്യയിലെ ഒരു പാർട്ടിക്ക്, BJPക്ക് അകത്താർക്കെങ്കിലും നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാവരും വിലയിരുത്തുന്നത് പുതിയൊരു സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി സ്റ്റേബിൾ ആയിട്ടുള്ള, അഴിമതിയില്ലാത്ത, നട്ടലുള്ള ഒരു ഭരണം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയോളം വേറെ ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു നിലയിലേക്കാണ്. പക്ഷേ ശ്രീ അങ്ങനെ വരുമ്പോഴും ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നതിനപ്പുറത്ത് ഒരുപക്ഷെ സാധാരണക്കാരിൽ ഒരു വിഭാഗവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, അങ്ങനെ ഒരു വലിയ ജനവിഭാഗത്തെ, ഇന്ത്യ എന്ന 120 കോടിയും പ്രതിദാനം ചെയ്യുന്ന തരത്തിൽ എന്താണ് നരേന്ദ്രമോദിയുടെ കൈമുതൽ എന്നതാണ്. ഒരുപക്ഷെ BJPക്കാർ തന്നെ വിശ്വസിക്കുന്നു നരേന്ദ്രമോദിക്ക് മുൻപും മോഡിയുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ മൊത്തം രാജ്യത്തെയും ഒരുമിച്ച് ഒരു വികസനത്തിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക്, അധികാരത്തിലേക്ക് നയിക്കാൻ മാത്രം എന്ത് കൈമുതലാണ് നരേന്ദ്രമോദിയുടെ പക്കലുള്ള ചോദ്യം അവിടെ ഉണ്ട്. അതുപോലെ അല്ല, ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു ധാരണ പിശകിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചോദ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാ? എല്ലാവരും സമ്മതിച്ചേ മതിയാവുള്ളൂ, നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരത്തിൽ വരുമ്പോൾ 8 മണിക്കൂറായിരുന്നു അവിടെ പവർ കട്ട്. ഇപ്പോ ഇന്ത്യയിലെ മറ്റ് 4 സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി അദ്ദേഹം കൊടുക്കുന്നു. സർപ്ലസ് ആണ്, എല്ലാ വീട്ടിലും വൈദ്യുതി ഉൽപ്പന്നം. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ എത്രയോ വലിയ മാതൃകകൾ, ഇന്ത്യക്ക് എല്ലാം സ്വീകാര്യമായിട്ടുള്ള ഒട്ടേറെ വികസന മാതൃക അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഗുജറാത്തിൽ പോയിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം 15 കൊല്ലം മുമ്പുള്ള ഗുജറാത്ത് എന്താണ്, ഇപ്പോഴത്തെ ഗുജറാത്ത് എന്താണ്. അതുകൊണ്ട് അതൊരു ടെസ്റ്റഡ് ആണ്. അവിടെ കൃത്യമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചൊരു മാതൃകയുണ്ട്. ആ മാതൃക ഇന്ത്യ ആകമാനം നടപ്പിലാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ പോലും ഇപ്പോ 12 നഗരങ്ങളിൽ NDTV ഒരു സർവേ നടത്തി. ആ സർവേയിൽ മഹാഭൂരിപക്ഷം ചെറുപ്പക്കാർ, പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് NDTV BJP നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നല്ല, CNN IBN BJP നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചാനലാണ്. അവർ നടത്തിയ സർവേയിൽ പോലും എന്താണ് ചെറുപ്പക്കാരെ മുഴുവൻ പുതിയ ഇന്ത്യ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയാണ്, കോൺഗ്രസിനെ അല്ല, രാഹുൽ ഗാന്ധിയെ അല്ല, മറ്റാരെയുമല്ല. അപ്പൊ അത് ആ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് BJP ഒരു റൈറ്റ് ട്രാക്കിൽ പോകുന്നെന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ഓക്കെ, ശ്രീ M.A. ഷാനവാസ്, അങ്ങനെ ഒരു റൈറ്റ് ട്രാക്കിലൂടെ പോകുന്ന BJP ആണ് നരേന്ദ്രമോദിയെ അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തുന്നത്. അങ്ങനെ നോക്കിയാൽ സ്വാഭാവികമായും വലിയ പ്രതിസന്ധികൾ പലതരത്തിൽ ഈ പറഞ്ഞ വലിയ അഴിമതിയുടെ ആരോപണങ്ങളിൽ എല്ലാം നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ ചൈനയോടാണ് ഞാൻ പോരാടുന്നത്, എന്റെ സംസ്ഥാനം പോരാടുന്നത്, മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഇതെല്ലാമാണ് ഈ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു എന്ന യോഗ്യത, അത് ഒരു ഭീഷണിയായി കാണാതിരിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് പറ്റുന്നത്? അതൊരു ഭീഷണിയേ അല്ല. കാര്യം സുരേന്ദ്രനൊക്കെ വേറെ ഏതോ ഒരു ലോകത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നരേന്ദ്രമോദി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് പറയുന്നത്? എവിടെങ്കിലും ഏതെങ്കിലും 10,000 1000 ആളുകളുടെ പേര് ഒരു ഒപ്പീനിയൻ എടുത്തൊരു സർവേ കൊണ്ടുവന്നിട്ട് അത് ആ സർവേയുടെ ഉത്തരം കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികളായ ഭൂരിപക്ഷ സമുദായം ഒരു കാരണവശാലും നരേന്ദ്രമോദിയുടെ വർഗീയതയും കമ്മ്യൂണിസത്തെ അംഗീകരിക്കില്ല. കാര്യം ഈ ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം നടന്ന 4 സംസ്ഥാനങ്ങൾ പിരിച്ചുവിട്ടു. അവിടെ 3 സംസ്ഥാനങ്ങളിലും BJP ദയനീയമായി തോറ്റു. അവിടെയൊക്കെ മടങ്ങി വരാൻ BJP എന്തെല്ലാം പാടുപെട്ടു. UP-യിൽ ഇന്നേ വരെ അവർക്ക് മടങ്ങി വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വികാരത്തെ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ BJPക്ക് വികാരമായിരിക്കും. BJPയുടെ 20-21% നിന്ന് മേലോട്ട് പോകണമെങ്കിൽ ബഹുദൂരം അവർക്ക് സഞ്ചരിക്കാനുണ്ട്. നരേന്ദ്രമോദി BJP
പിക്ക് ഒരു ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറും. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത് എന്തുകൊണ്ട് തന്നെ ആ 2002 ഉണ്ടായിട്ടുള്ള ആ നരനായാട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള കമ്മ്യൂണൽ ഡിവൈഡ് വെർട്ടിക്കലായിട്ട് 2 കമ്പാർട്ട്മെന്റിലായിട്ട് സമുദായങ്ങളെ മാറ്റി ഒരു കുറെ വർഷങ്ങളായി സംസാരിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ സീറ്റ് പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി വന്നു. അതിനെയും നമ്മൾ ഈ 10 വർഷം മുമ്പത്തെ കണക്കുമായി ഇനി പറയുന്നത് വല്ല കാര്യമുണ്ടോ? ഏറ്റവും പ്രധാനമായി ഇവിടെ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തന്നെ അനൌദ്യോഗികമായി BJP പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന് എന്താണ് മറുപടി? രാഹുൽ ഗാന്ധി വേണം, രാഹുൽ ഗാന്ധി വൈസ് പ്രസിഡന്റായി വന്നു. പക്ഷേ നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി രംഗപ്രവേശം ചെയ്യണോ, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം പോലും ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് തോന്നുന്നില്ലേ? ഒന്നാമത് അയ്യപ്പദാസിന് ഒരു വലിയൊരു അബദ്ധം പറ്റി. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഇപ്പൊ അമേരിക്ക പോലും ഇതുവരെ അദ്ദേഹത്തിന് ഫ്രീ വിസ കൊടുക്കുന്നില്ല. കാരണം വംശഹത്യയാണ്. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ കാണുന്ന ഒരു ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വംശഹത്യയുടെ ചിഹ്നമാണ്. ഒരു പ്രതീകമായിട്ട് മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഗുജറാത്തിൽ ജയിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം എല്ലാവർക്കും ജയിക്കുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന് പോയി തന്റെ പ്രതാപം കാണിച്ച് വിജയിക്കുവാൻ ഇന്ത്യ ഒരു സ്ഥലത്തും സാധിക്കില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ തന്നെ കോൺഗ്രസ് ഉയർത്തി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുമ്പോട്ട് കൊണ്ട് സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി കൂടി തീരുമാനിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റ നേതാവ്. പക്ഷേ ശ്രീ ഷാനവാസ്, താങ്കൾ ആദ്യം പറഞ്ഞു വെച്ച കാര്യം വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധി തന്നെ എവിടെയാണ് ഒരു നല്ല വാർത്ത ഇലക്ഷൻ ബാറ്റിലിൽ കോൺഗ്രസിന് കൊണ്ടുവന്നത്? അതിനുകൂടിയില്ലേ? നിങ്ങൾ ആ ബാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, BJPയുടെ കയ്യിൽ നിന്ന് 3 സംസ്ഥാനം പിരിച്ചെടുത്തത് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ. പിന്നെ BJPയുടെ വോട്ട് ഭിന്നിച്ചത് കൊണ്ട് ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൊണ്ട് കോൺഗ്രസിലായിരുന്നു. അവരാരും പോയില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് 90% സീറ്റും കിട്ടുമായിരുന്നു. ഓക്കെ, വ്യക്തമാണ് നിലപാട്. അവസാനമായി ശ്രീ KG സുരേഷ്, എന്ത് പ്ലസ് പോയിന്റ് ആണ്, എന്താണ് ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിയിൽ നിന്ന് BJP പ്രതീക്ഷിക്കുന്നത്? ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം, പ്രവർത്തകരുടെ വികാരത്തോട് കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്നാഥ് സിംഗ് വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ അങ്ങനെ നരേന്ദ്രമോദി ആ സ്ഥാനത്ത് അവരോധിക്കുമ്പോൾ BJP എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് എത്രത്തോളം മുന്നോട്ട് പോകാം? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒന്ന്, നരേന്ദ്രമോദിയുടെ കൂടെ മുഴുവൻ ഇന്ത്യൻ ഇൻഡസ്ട്രി ഉണ്ട്. അനിൽ അംബാനി മുതൽ വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു അദ്ദേഹത്തിന് നല്ലൊരു പ്രധാനമന്ത്രി കാണില്ല എന്നുള്ള ഗുജറാത്തിൽ സമ്മിറ്റ് നടക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയുടെ ഫുൾ സപ്പോർട്ടുണ്ട്. സെക്കൻഡ്, മിഡിൽ ക്ലാസിന്റെ ഒരു സപ്പോർട്ട് അക്രോസ് ദ കൺട്രി, അത് പല സർവേയിൽ നിന്നും മുന്നിലോട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്, ഒരു യങ്ങർ ജനറേഷൻ, IT, ബാക്കിയുള്ള പല ക്ഷേത്രങ്ങളിലുള്ള ഓരോ IT ജനറേഷൻ, ബാക്കി BPO സെന്റേഴ്സ്, ഇവിടൊക്കെ വർക്ക് ചെയ്യുന്ന യൂത്ത്, അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഉണ്ട്. നാലാമത്തേത്, ഒരു തോന്നലുണ്ട്, അത് സമ്മതിക്കില്ല, പാർട്ടി സമ്മതിക്കില്ലെങ്കിലും, ഒരു ഹിന്ദു കൺസോളിഡേഷൻ, ഒരു പോളറൈസേഷൻ സംഭവിച്ചാൽ തീർച്ചയായിട്ടും മൈനോറിറ്റി വോട്ട് BJPക്ക് ആദ്യവും കിട്ടിയിട്ടില്ല, ഇപ്രാവശ്യവും കിട്ടില്ല. അപ്പോൾ അതിനെതിരായിട്ട് ഒരു മെജോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവുമോ, എന്നാൽ അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാവുമോ, അതൊരു കാൽക്കുലേഷനിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. തീർച്ചയായും കാൽക്കുലേഷനുള്ള കണക്കായിട്ടുള്ള സമയമാണ് ഈ ഘട്ടത്തിൽ. ഒരു വർഷം മാത്രം, അതിൽ താഴെ മാത്രം നിൽക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ BJP അതിന്റെ പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായി വെക്കുമ്പോൾ അത്തരമുള്ള കണക്കുകൂട്ടലുകൾക്ക് സമയം തന്നെയാണ്. പ്രത്യേകിച്ച് എന്തുതരം നേട്ടമാണ് BJP നരേന്ദ്രമോദിയുടെ പ്രതീക്ഷിക്കുന്നത്, അത് സംഭവിക്കുക എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ടതുമാണ്. വളരെയധികം ശ്രീ KG സുരേഷ്, ശ്രീ MA ഷാനവാസ്, ഒപ്പം തന്നെ ശ്രീ K സുരേന്ദ്രൻ ചർച്ചയിൽ സഹകരിച്ചതിന് കൗണ്ടർ പോയിന്റ് സ്വാഗതിക്കുന്നു. ശ്രീ ഇടവേളയ്ക്ക് ശേഷം മതിയായി.